നമസ്കാരം. തിയേറ്റർ റിലീസിന് ശേഷം OTT റിലീസായെത്തിയ ഒരു മലയാള ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. തിയേറ്റർ റിലീസ് സമയത്ത് ഒരിക്കൽ ഈ സിനിമ കാണാൻ വേണ്ടി പോയിരുന്നുവെങ്കിലും ആൾക്കാരില്ലാത്തതിനാൽ ഷോ നടന്നിരുന്നില്ല. ഇപ്പോൾ സൺ നെക്സ്റ്റിലാണ് ചിത്രം ലഭ്യമായിട്ടുള്ളത്. സാഗർ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, സുധീഷ്, റോണി ഡേവിഡ് രാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ചിത്രത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നഗരത്തിലെ പ്രശസ്തനായ ഒരു ക്രിമിനൽ വക്കീൽ കൊല്ലപ്പെടുന്നു. ഹൈ പ്രൊഫൈൽ കേസാണ്. ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ജെയിംസ് എന്ന പോലീസ് ഓഫീസർ കഥാപാത്രം ഈ അന്വേഷണം ഏറ്റെടുക്കുന്നു. ഈ കേസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയാൽ തീർച്ചയായും തൻ്റെ കരിയറിന് അത് ഏറ്റവും വലിയ ഗുണം ചെയ്യും എന്നുള്ള ഉറപ്പ് കൂടെയുണ്ട്. പക്ഷേ ക്രൈം സ്പോട്ടിൽ നിന്ന് ലഭിച്ച തെളിവുകളൊന്നും പ്രതിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒന്നല്ല. ഭാഗ്യത്തിന് ഈ കൊലപാതകം നേരിൽ കണ്ട ഒരാളെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളാണ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന ചിത്രം നമ്മളോട് പറയുന്നത്. ഈ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും തന്നെയാണ് ചിത്രം പ്രാധാന്യം നൽകുന്നത്. പ്രധാന കഥാപാത്രത്തിൻ്റെ കുടുംബവും പശ്ചാത്തലവും ഒക്കെ ഇതിനൊപ്പം പ്രാധാന്യത്തോടെ വരുന്നതുമുണ്ട്. ചിത്രത്തിൽ ഏറ്റവും മികച്ച അനുഭവപ്പെട്ടത് സുധീഷിൻ്റെ പ്രകടനമാണ്. മുഴുനീള വേഷത്തിൽ വരുമ്പോഴും ഒരു ക്യാരക്ടർ ഗ്രോത്ത് ഒക്കെ സുധീഷ് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യ പകുതിയിലെ പ്രകടനമാണ് ഗംഭീരമായി അനുഭവപ്പെട്ടതും. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ കഥാപാത്രത്തിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നൊരു ഫീൽ കൂടി ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രകടനം റോണി ഡേവിഡ് രാജിൻ്റെതായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വേഷം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഘട്ടം കഴിയുമ്പോൾ ആ കഥാപാത്രത്തിന് ഒന്നും ചെയ്യാനില്ല എന്നൊരു ഫീൽ കൂടിയുണ്ട്. ധ്യാൻ ശ്രീനിവാസനാണ് ജെയിംസ് എന്ന പോലീസ് കഥാപാത്രമായി എത്തുന്നത്. ചിലയിടങ്ങളിൽ ഓക്കെ എന്നതിലപ്പുറം ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ്, ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ഒന്നും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റി എന്നും അനുഭവപ്പെട്ടില്ല. സിനിമയുടെ ഒരു പ്രധാന നെഗറ്റീവായി തന്നെയാണ് അത് അനുഭവപ്പെട്ടതും. അംബിക, ജോണി ആൻ്റണി, ശ്രീജിത്ത് രവി തുടങ്ങിയവരാണ് സിനിമയിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സാധാരണ ത്രില്ലർ സിനിമകൾ OTTയിൽ വന്നാൽ ഫാസ്റ്റ് അടിച്ച് കാണാൻ നിൽക്കാറില്ല. കാരണം നമുക്ക് എവിടെയാണ് പ്രധാന പോയിന്റ് മിസ്സാവുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ ഫാസ്റ്റ് അടിക്കാൻ പ്രേരിപ്പിക്കുന്നത് സ്ലോ മോഷൻ രംഗങ്ങളാണ്. നായകനും വില്ലനുമൊക്കെ ഇൻട്രോയുടെ ഭാഗമായി പശ്ചാത്തല സംഗീതമൊക്കെ കൊടുത്ത് സ്ലോ മോഷനൊക്കെ കൊണ്ടുവന്നാൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഓരോ ഘട്ടത്തിലും കൊണ്ടുവരുമ്പോൾ പ്രേക്ഷകന് മടുപ്പാണെന്ന് മാത്രം. ആദ്യ പകുതിയിലെ ചില സീനുകളൊക്കെ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരു പെരുമാറ്റം എന്ന രീതിയിലൊക്കെ കല്ലുകടി ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ പകുതി കഴിയുമ്പോൾ നമുക്കിങ്ങനെ തോന്നിയതിനൊക്കെ ഒരു പരിധിവരെ ഉത്തരം നൽകി ഒരു പ്രതീക്ഷ കൂടെ സിനിമ നൽകുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ദുർബലമായ തിരക്കഥ കൊണ്ട് തന്നെ രണ്ടാം പകുതി എല്ലാ രീതിയിലും താഴോട്ട് പോവുകയാണ്. അവിടെ പ്രകടനങ്ങൾ കൊണ്ടുപോലും കാര്യമായ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ കൂടിയാണ്. ലോജിക്ലെസ് ആയിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ് രണ്ടാം പകുതി. ടെക്നിക്കൽ ഘടകങ്ങൾ നോക്കിയാലും അത്ര മികവിലെത്തിയതായി ഒന്നും അനുഭവപ്പെട്ടിട്ടുമില്ല. സത്യം മാത്രമേ ബോധിപ്പിക്കുന്ന ചിത്രത്തിൽ ചില പോയിന്റുകളിൽ പ്രേക്ഷകർക്ക് ആകാംക്ഷ തോന്നുന്ന ഘടകങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം സിനിമയെ ഓവറോൾ രക്ഷിക്കാൻ പറ്റുന്നതുമില്ല. സുധീഷിൻ്റെ പ്രകടനമാണ് സിനിമ അവശേഷിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ തുടക്കത്തിലുണ്ടായ ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നതും സംശയമാണ്. ആവശ്യത്തേക്കാളേറെ അനാവശ്യമെന്ന് തോന്നിയ സ്ലോ മോഷൻ സീനുകളും സിനിമയെ പിറകോട്ട് വലിക്കുന്നുണ്ട്. ബ്രില്യൻ്റായി കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയ സിനിമയിലുണ്ട് എന്ന് അനുഭവപ്പെട്ടെങ്കിലും അതിനെ ഒരു രീതിയിലും പരിഗണിക്കാത്ത ഒരു കാഴ്ചയായാണ് സിനിമ അവസാനിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നിരാശപ്പെടുത്തിയ അനുഭവം തന്നെയായിരുന്നു. നായകനും വില്ലനുമൊക്കെ തിരിഞ്ഞാലും ചായ കുടിച്ചാലുമൊക്കെ സ്ലോ മോഷൻ കൊണ്ടുവരുന്നതും മടുപ്പുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.